നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതെന്നറിയണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി. പ്രൊഫഷണൽ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുക. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം. പരിചയസമ്പന്നരായ വ്യക്തികളിൽ നിന്ന് ഉപദേശം തേടുക. സേവന മേഖലയിൽ കാര്യക്ഷമത പുലർത്തുക. നിശ്ചയിച്ച പദ്ധതികൾ നടപ്പിലാക്കണം. പ്രലോഭനങ്ങളിൽ വീഴരുത്. ബജറ്റിൽ ഉറച്ചു നിൽക്കുക. കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. അശ്രദ്ധ ഒഴിവാക്കണം. വായ്പ എടുക്കുന്നത് ഒഴിവാക്കുക. നിയമങ്ങൾ പാലിക്കണം. തട്ടിപ്പുകാരെ സൂക്ഷിക്കുക. ചെലവുകളുടെ നിയന്ത്രണം വർദ്ധിപ്പിക്കുക. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. ഇടവം രാശി. സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ചകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രിയപ്പെട്ടവരുമായി സന്തോഷം പങ്കിടുക. നേട്ടങ്ങൾ വർദ്ധിക്കും. ബഹുമുഖ കഴിവുകൾ പ്രകടിപ്പിക്കുക. മുതിർന്നവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. വിനോദത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആധുനിക വിഷയങ്ങളിൽ താൽപ്പര്യം നിലനിർത്തും. സാമ്പത്തിക വശം ശക്തമാകും. കൃത്യമായ ദിനചര്യ നിലനിർത്തുക. പരീക്ഷകളിലും മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കും. അത്യാവശ്യ ജോലികളിൽ താൽപ്പര്യം കാണിക്കുക. മിഥുനം രാശി. നിങ്ങളുടെ വികാരങ്ങൾ ആളുകളോട് പ്രകടിപ്പിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം. വ്യക്തിപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭൗതിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സൗകര്യങ്ങളിലും വിഭവങ്ങളിലും വർധനവുണ്ടാകും. കുടുംബവുമായി അടുത്തിടപഴകുക. മുതിർന്നവർ പറയുന്നത് ശ്രദ്ധിക്കുക. വസ്തുവകകളും വാഹനങ്ങളും സമ്പാദിക്കുന്നതിന് സാധ്യതയുണ്ട്. വികാരഭരിതരാകുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും വിജയിക്കും. വിശാലമായ കാഴ്ചപ്പാട് നിലനിർത്തുക. ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കണം. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക. വീട്ടിൽ ഐക്യം വർദ്ധിക്കും. കർക്കിടകം രാശി. എല്ലാവരുമായും നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ടു പോകും. നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും ഉയർന്നുകൊണ്ടേയിരിക്കും. സജീവമായ പങ്കാളിത്തം എല്ലാവരെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. ഉപദേശത്തിലൂടെ പഠിക്കുകയും മെച്ചപ്പെടുകയും ചെയ്യും. സഹകരണ മനോഭാവം വർദ്ധിക്കും. വിവിധ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുക. വാണിജ്യപരമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകും. ബന്ധങ്ങളിൽ നിന്ന് നേട്ടം കൈവരും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കും. സമ്പർക്കങ്ങൾ വർദ്ധിക്കും. സഹോദരങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക. ചർച്ചകളിൽ പങ്കെടുക്കും. ജോലി സംബന്ധമായ യാത്രകൾ ഉണ്ടാകാം. ആശയവിനിമയത്തിന് ഊന്നൽ നൽകുക. ചിങ്ങം രാശി. മികച്ച പെരുമാറ്റത്തിലൂടെ എല്ലാവരെയും സ്വാധീനിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. ഭയമില്ലാതെ മുന്നോട്ട് നീങ്ങുക. വലിയ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കും. സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. ബന്ധുക്കളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. അതിഥികളെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യും. കുടുംബത്തിൽ സന്തോഷവും ആശ്വാസവും ഉണ്ടാകും. പാരമ്പര്യവും സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുക. പൂർവികരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും. ഒരു നല്ല ആതിഥേയനാകുക. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും. കുടുംബത്തിൽ സന്തോഷവും ബഹുമാനവും വർദ്ധിക്കും. ബന്ധുക്കളുടെ വിശ്വാസം നേടും. ആകർഷകമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. വിവിധ ശ്രമങ്ങളിൽ വേഗതയും പുരോഗതിയും നിലനിർത്തുക. കന്നിരാശി. നിങ്ങൾ സൃഷ്ടിപരമായ ചിന്തകളും പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കും. ഉയർന്ന ജീവിത നിലവാരം നിലനിർത്തുക. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ സൗമ്യതയുണ്ടാകും. വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിപ്പിക്കുക. നവീകരണത്തിന് ഊന്നൽ നൽകുക. ഓർമ്മശക്തി ശക്തിപ്പെടും. നല്ല ചുറ്റുപാടുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുക. പോസിറ്റിവിറ്റി വർദ്ധിക്കും. അന്തരീക്ഷം അനുകൂലമായി നിലനിൽക്കും. സന്തോഷവും ആശ്വാസവും നിലനിൽക്കും. പ്രശസ്തിയും ബഹുമാനവും വർദ്ധിക്കും. ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുക. പാരമ്പര്യങ്ങളും ആചാരങ്ങളും നിറവേറ്റണം. തുലാം രാശി. ബന്ധങ്ങളിൽ തർക്കങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കുന്നത് ഒഴിവാക്കുക. ബജറ്റിനുള്ളിൽ നിന്ന് ചെലവാക്കുക. അടുത്ത ബന്ധമുള്ളവർ പിന്തുണ നൽകും. തിടുക്കം ഒഴിവാക്കുക. വിനയവും ജ്ഞാനവും നിലനിർത്തണം. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. നയം, നിയമങ്ങൾ, ധാർമ്മികത എന്നിവയ്ക്ക് ഊന്നൽ നൽകുക. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കണം. വരുമാനത്തെ അപേക്ഷിച്ച് ചെലവുകൾ വർദ്ധിച്ചേക്കാം. നിയമപരമായ കാര്യങ്ങളിൽ അലംഭാവം ഒഴിവാക്കുക. നിക്ഷേപങ്ങളിൽ നിയന്ത്രണം വർദ്ധിപ്പിക്കണം. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. വൃശ്ചികം രാശി. കഠിനാധ്വാനത്തിന്റെ ഫലം നേടാൻ കഴിയും. വാണിജ്യപരമായ കാര്യങ്ങളിൽ ലാഭകരവും വിപുലവുമായ പ്രവർത്തനങ്ങൾ വികസിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഉത്സാഹത്തോടെ തുടരുക. വീട്ടിൽ പോസിറ്റിവിറ്റി വർദ്ധിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ സൂചനകളുണ്ട്. സാമ്പത്തിക പുരോഗതിക്ക് ഊന്നൽ നൽകുക. തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. നേട്ടങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. പ്രധാനപ്പെട്ട ജോലികൾ പെട്ടെന്ന് പൂർത്തിയാക്കുക. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. സുഹൃത്തുക്കൾ പിന്തുണ നൽകും. സാഹചര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം വർദ്ധിക്കും. അച്ചടക്കത്തോടെ പ്രവർത്തിക്കുക. സമ്പത്തിലും ഐശ്വര്യത്തിലും വർധനവുണ്ടാകും. ധനുരാശി. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലിയിലും ബിസിനസ്സിലുമുള്ള പദ്ധതികൾ വിജയിക്കും. ആഗ്രഹിച്ച നേട്ടങ്ങൾ കൈവരിക്കും.
ഉദ്യോഗസ്ഥർ പിന്തുണ നൽകും. ബഹുമാനം, സ്വാധീനം എന്നിവയിൽ വർധനവുണ്ടാകും. ജനപ്രീതിയും ആത്മവിശ്വാസവും വർദ്ധിക്കും. ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തുന്നത് തുടരുക. ഭരണപരമായ ശ്രമങ്ങൾ വേഗത്തിലാകും. സാമ്പത്തികവും വാണിജ്യപരവുമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. നല്ല ആശയവിനിമയം നിലനിർത്തുക. പ്രൊഫഷണൽ ചർച്ചകൾ ശക്തമാകും. എല്ലാവരും പിന്തുണയ്ക്കും. മകരം രാശി, ഭാഗ്യത്താൽ വിജയം കുതിച്ചുയരും. വിവിധ വെല്ലുവിളികൾ വേഗത്തിൽ പരിഹരിക്കപ്പെടും. എല്ലാ മേഖലകളിലും ധൈര്യവും വീര്യവും നിലനിർത്തുക. നിശ്ചയദാർഢ്യത്തോടെ പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കുക. ഭയമില്ലാതെ മുന്നോട്ട് നീങ്ങണം. നല്ല വാർത്തകളും ചർച്ചകളും വിജയിക്കും. വേഗത്തിൽ പുരോഗമിക്കുകയും പ്രൊഫഷണൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ഉന്നത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദീർഘദൂര യാത്രകൾ സാധ്യമാണ്. തീർപ്പുകൽപ്പിക്കാത്ത ജോലികൾക്ക് പ്രാധാന്യം നൽകുക. കുംഭം രാശി, പെട്ടെന്നുള്ള മാറ്റങ്ങളോടുള്ള ജാഗ്രത വർദ്ധിപ്പിക്കുക. സംഘടനാ കാര്യങ്ങളിൽ കൂടുതൽ പ്രവർത്തനമുണ്ടാകാം. ആലോചിച്ച ശേഷം തീരുമാനങ്ങൾ എടുക്കുക. ലാളിത്യത്തോടെയും അനായാസതയോടെയും മുന്നോട്ടു പോകേണ്ട സമയമാണിത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ ജോലിയിൽ സജീവമായിരിക്കണം. ആശയവിനിമയത്തിൽ മാധുര്യം നിലനിൽക്കും. എല്ലാവരെയും ബഹുമാനിക്കുക. അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകാം. പെട്ടെന്നുള്ള നേട്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി വിശ്വാസം നിലനിർത്തും. നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ ദിനചര്യ ക്രമീകരിക്കുകയും ഫലപ്രദമായ ആശയവിനിമയത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുക. മീനം രാശി, പ്രധാനപ്പെട്ടതും ഉത്തരവാദിത്വമുള്ളതുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സഹകരിച്ച് പ്രവർത്തിക്കുകയും ഉത്സാഹത്തോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുക. സ്ഥിരത ശക്തിപ്പെടും. എല്ലാവരുമായി കൂട്ടായി മുന്നോട്ടു പോകുക. നേതൃത്വപരമായ കഴിവുകൾ മെച്ചപ്പെടും. വ്യാവസായിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അത്യാവശ്യ ജോലികളിൽ വേഗത വേണം. അന്തസ്സും ബഹുമാനവും നിലനിർത്തും. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. സ്ഥാനമാനങ്ങളും ബഹുമാനവും വർദ്ധിക്കും. ഭൂമിയും സ്വത്തുമായി ബന്ധപ്പെട്ട ജോലികളിൽ എതിരാളികളുമായി സഹകരിക്കുക. പ്രൊഫഷണലിസം മെച്ചപ്പെടും. പങ്കാളികളുടെ പിന്തുണയോടെ വിജയം കൈവരിക്കും.